ഹലോ നമസ്കാരം കേട്ടോ. ഞാൻ നിങ്ങളോട് എന്നിട്ടാ നമുക്ക് പ്രഷർ കുറയ്ക്കാനതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാനാണ് വന്നത്. എൻ്റെ പ്രഷർ വളരെ ലോവാണ്. ലോവ് എന്ന് വെച്ചാൽ വളരെ ലോവ്, അതായത് 80.90, 90.70 അങ്ങനെയൊക്കെയാണ് എനിക്ക് പ്രഷർ വരുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രഷറിൻ്റെ ലെവൽ എനിക്കറിയില്ല. പ്രഷർ ഉള്ളവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുമോയെന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്ക്. ഞാൻ പറഞ്ഞിട്ട് കുറേ പേർക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി നമ്മളിങ്ങനെ ആളുകളോട് വായുകൊണ്ട് നേരിട്ട് പറയുമ്പോൾ നമ്മളറിയുന്നവരെ അറിയണമല്ലോ. അപ്പോൾ ഇതൊന്ന് വീഡിയോ ചെയ്തിട്ട് യൂട്യൂബിലോ ഇൻസ്റ്റയിലോ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യാം, ആർക്കെങ്കിലും ഉപകരിക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു 5 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ 1 കിലോ ആപ്പിൾ മേടിക്കാം. ഏറ്റവും ചെറുത് എന്ന് വെച്ചാൽ ഒരു 50 ഗ്രാമൊക്കെ വരുന്ന രീതിയിലുള്ള ആപ്പിൾ തിരഞ്ഞെടുത്തിട്ട്, പച്ച ആപ്പിളായാലും കുഴപ്പമില്ല, റെഡ് ആപ്പിളായാലും കുഴപ്പമില്ല, രണ്ടും മിക്സ് ചെയ്ത് മേടിക്കാം. ക്യാരറ്റ്, അതും നമ്മളിപ്പോൾ 1 കിലോ മേടിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ക്യാരറ്റുകൾ മേടിക്കാം. അപ്പം നമുക്ക് ഒരു ദിവസം 2 നേരം ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനുള്ള അളവാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പപ്പക്കായ, അത് നമ്മുടെ ഇവിടെ സുലഭമായിട്ടുണ്ടാവും. പിന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്, ആപ്പിൾ, ഇതൊക്കെ ഓരോ കിലോ മേടിച്ച് വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ സൂക്ഷിക്കാം. എന്നിട്ട് എന്നും എല്ലാത്തിൽ നിന്നും ഓരോന്ന് എടുക്കുക. ഒരു കഷ്ണം പപ്പക്കായും ഇത് നന്നായി കഴുകി ഒരു 5 മിനിറ്റ് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിന് ശേഷം നിങ്ങൾ ഇത് ആവശ്യത്തിന്, നിങ്ങൾക്ക് എന്തോരം കട്ടി വേണോ അതിനാവശ്യത്തിന് നിങ്ങൾ വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിൽ നല്ല വെണ്ണ പോലെ അല്ലെങ്കിൽ കുറുക്ക് പോലെ അടിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കുടിക്കാൻ ഏത് പരിവാ, സ്പൂൺ കൊണ്ട് കോരി കുടിക്കണമെങ്കിൽ കോരി കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് വലിച്ചു കുടിക്കാൻ പറ്റുകയാണെങ്കിൽ ആ രീതിയിൽ വലിച്ചു കുടിക്കാം. അങ്ങനെ നിങ്ങളൊരു മാസത്തിൽ ഇപ്പോൾ ഈ 1 കിലോ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 നേരം വെച്ച് കുടിക്കുമ്പോൾ 10 ദിവസം കുടിക്കാം. ഈ 10 ദിവസം കണക്കാക്കി നിങ്ങൾ കുടിക്കാം. ഇത് കുടിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു പ്രഷർ നോക്കണ സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ പ്രഷർ നോക്കണ സാധനമൊക്കെ മേടിച്ച് വെച്ചാൽ നമുക്ക് നോക്കാൻ പറ്റും. നിങ്ങൾ പ്രഷറിൻ്റെ ലെവൽ നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇത് കുടിച്ചുകൊണ്ട് അപ്പം തന്നെ അസുഖം മാറണമെന്നില്ല. നിങ്ങൾ എന്താ ചെയ്യണ്ടേ, നന്നായി നടക്കാൻ ശ്രമിക്കുക. പുറത്തൊന്നും ഇറങ്ങി പോകണമെന്നൊന്നുമില്ല. ഞാനൊക്കെ എൻ്റെ വീട് ഇപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്ടിലാണ് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. ഇവിടെ തന്നെ ഒരു 10-20 പ്രാവശ്യം നടക്കും. ഇത് തന്നെ ഒരു ദിവസത്തിൽ ഒരു 3 പ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരികളോടും പറയും, നിങ്ങളുടെ പറമ്പിൽ തന്നെ നടക്കുക, പിന്നെ കുനിഞ്ഞ് നിവർന്ന് പണികൾ എടുക്കാൻ ശ്രമിക്കുക. ഏറ്റവും ഉത്തമമായ കാര്യം നമുക്കതാ. പണ്ടത്തെ ആൾക്കാർക്ക് ഈ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നൊക്കെ നിങ്ങൾക്ക് അധികം കേട്ടിട്ടുണ്ടോ? ഇല്ല. എൻ്റെ വല്യമ്മ, എൻ്റെ ഉപ്പാൻ്റെ ഉമ്മയൊക്കെ ഒരു ദിവസം 3 പ്രാവശ്യം മിറ്റടിക്കും, അടിച്ചോരി തുടയ്ക്കും. ഈ ഉരലിലിട്ട് ഇടിച്ചിട്ടാണ് അവർ സാധനങ്ങൾ ഉണ്ടാക്കുക. വല്യമ്മക്ക് നെല്ല് കുത്തണ പരിപാടിയുണ്ട്. പിന്നെ നമ്മളെ വീട്ടിലെല്ലാ പണിയും ഇങ്ങനത്തെ എക്സസൈസ് നമ്മൾ ചെയ്യണില്ലേ, കൈക്ക് നല്ലോണം കല്ലിലിട്ട് അലക്കി കഴിഞ്ഞാൽ ഈ എക്സസൈസിന് തുല്യമാണ്. അതുപോലെ പിന്നെ നമ്മൾ ആരെങ്കിലും ഈ എക്സസൈസ് ചെയ്യണാറുണ്ട്. ഇങ്ങനെ ഈ എക്സസൈസ് എന്തിനാ ആൾക്കാർ ചെയ്യണതെന്ന് വെച്ചിട്ടാ, നമ്മൾ പണ്ട് അമ്മിമാരച്ചിരുന്ന പെണ്ണുങ്ങൾ, ആണുങ്ങളായാലും മറ്റേ മില്ലിൽ പണിയെടുത്തിരുന്നു, മരം മുറിക്കൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ല അനക്കണ്ട. ഞാനിപ്പോൾ വീട്ടിൽ പണിയെടുത്തുകൊണ്ടാണ് നിങ്ങളോട് ഈ സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറയാൻ വന്നത്, ഇത് ജ്യൂസ് അടിച്ച് ഡെയിലി 2 നേരം കുടിക്കാം. മത്തങ്ങ, ഉപ്പ് വേണ്ട, വെളിച്ചെണ്ണ വേണ്ട, ഒന്നും വേണ്ട. വെറുതെ ചീൻചട്ടിയിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് മത്തങ്ങ ചെറുതാക്കി അരിയുക, അതിലിടുക. കുറച്ച് നമ്മുടെ ഈ മുരിങ്ങക്കായയുടെ ഇലയില്ലേ, ആ ഇലയും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കുക. നിങ്ങൾക്ക് ഇനി ഉപ്പില്ലാണ്ട് തിന്നാൻ പറ്റില്ലെങ്കിൽ ഒരു നുള്ള് ഇന്ദുപ്പൊന്നും ചേർത്തുകൊണ്ട് നമുക്ക് ഒരിക്കലും പ്രഷർ കൂടില്ല. ചേർക്കുക. 2 പച്ചമുളക് അരിഞ്ഞിടുക. വേണമെങ്കിൽ എന്നിട്ടാ പറയുക, സവാള കുത്തിയിരിഞ്ഞിട്ട് എന്ത് വേണം ചെയ്തോ. അതൊക്കെ ഉണ്ടാക്കി കഴിക്കുക. എനിക്ക് ഒരുപാട് സമയം വീഡിയോ ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഞാൻ എൻ്റെ കുഞ്ഞു അറിവുകൾ, ഞാൻ പിന്നെ ഒരുപാട് സ്ഥലത്ത് ജോലിക്ക് പോണ ഒരാളാണ്. പാചകമായാലും കുക്കിങ്ങിൻ്റെ ജോലിക്കായാലും വീട്ടു ജോലിക്കായാലും എനിക്കങ്ങനെയൊന്നുമില്ല. പുല്ല് ചെത്തലായാലും എന്ത് പണിക്കും ഞാൻ പോണതാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ ഡോക്ടർമാരുണ്ടാവും, കാരണന്മാരുണ്ടാവും. അവരോടൊക്കെ ഞാനിങ്ങനെ ഏറ്റവും കൂടുതൽ വർത്തമാനം പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവരോട് ചോദിക്കും, അവരിൽ നിന്ന് കിട്ടുന്ന അറിവ്, എൻ്റെ അറിവ്, ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനെന്നാൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ്
അതിനുള്ള സാധനങ്ങൾ ഞാൻ വേവിക്കുക. ഓക്കെ എന്നാ കേട്ടോ.